ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 24-ാം തിരുവചനം. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. ഇന്ന് മാർച്ച് 31 മാർ യോസേപ്പ് പിതാവിൻ്റെ വണക്കമാസം അവസാനിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസക്കാലമായി മാർ യോസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ ലോകം മുഴുവൻ നടന്ന അത്ഭുതങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയായിരുന്നു. ഇന്ന് ആ വണക്കമാസം അവസാനിക്കുമ്പോൾ വണക്കമാസ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന അത്ഭുതം 1847 മാന്നാനത്ത് വെച്ച് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ ജീവിതത്തിൽ നടന്ന ഒരത്ഭുതമാണ്. വല്ലാതെ അങ്ങ് വിഷമിച്ചു പോയ ഒരു നാൾ പ്രാർത്ഥനയുമായി മാർ യോസേപ്പ് പിതാവിൻ്റെ സന്നിധിയിലിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ തൻ്റെ ആവശ്യം എന്തോ അത് നിറവേറ്റുവാനായി ഒരു മനുഷ്യൻ എത്തിയിരിക്കുന്നു. മാർ യോസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥതയായി ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. അങ്ങനെ എത്രയോ മനുഷ്യരുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളുടെ ജീവിതങ്ങളിൽ മാർ യോസേപ്പ് പിതാവ് അത്ഭുതമായി മാറി. അതിൽ പ്രധാനപ്പെട്ട കുടുംബമല്ലേ നസറത്തിലെ കുടുംബം, മറിയത്തിൻ്റെ കുടുംബം, ഉണ്ണിയേശുവിൻ്റെ കുടുംബം. ആ കുടുംബത്തെ രക്ഷ കൊണ്ട് പൊതിഞ്ഞു പിടിക്കാൻ സ്വർഗം നിയോഗിച്ചത് മാർ യോസേപ്പിനെ. എങ്കിൽ ആ പുണ്യതാതനെ ചേർത്ത് പിടിക്കുന്ന, ആ താതന്റെ സന്നിധിയിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്ന ഓരോ മനുഷ്യർക്കും യോസേപ്പ് പിതാവിൻ്റെ അത്ഭുത സാന്നിധ്യമുണ്ടാകും, സംരക്ഷണമുണ്ടാകും, മധ്യസ്ഥമുണ്ടാകും. യോസേപ്പ് പിതാവ് രക്ഷ കൊണ്ട് പൊതിഞ്ഞു പിടിക്കും. കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.